ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഈ പ്രമേഹ രോഗമുള്ളവർ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ചാൽ അത് നല്ലതാണോ? ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ടല്ലേ. അതായത് ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ചാൽ അത് ബെറ്റർ ആണോ? ഹായ്, വെൽക്കം ബാക്ക് ടു അവർ 100 ഡേ സീരീസ് ഓൺ ജനറൽ അവയർനെസ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് ടിപ്സ് ഡേ 6. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഫസ്റ്റ് പോർഷൻ കാണുമ്പോഴേക്കും ഒരു കൺക്ലൂഷനിലേക്ക് ജമ്പ് ചെയ്യാതിരിക്കുക. ഈ പഞ്ചസാരയാണെങ്കിലും ശർക്കരയാണെങ്കിലും കരിമ്പിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ശർക്കര പഞ്ചസാരയെക്കാളും ഒരല്പം പ്രോസസ്സിംഗ് കുറവാണ്. അതുകൊണ്ട് പഞ്ചസാരനെ അപേക്ഷിച്ച് ശർക്കരയിൽ ഒരല്പം മിനറൽസ് ലൈക്ക് മാഗ്നീഷ്യം, പൊട്ടാസ്യം, അയേൺ റീറ്റെയിൻ ചെയ്യും. അതുപോലെ പഞ്ചസാരനെ അപേക്ഷിച്ചിട്ട് കെമിക്കൽസും അഡിക്റ്റീവ്സും ഒരല്പം കുറവായിരിക്കും ശർക്കരയിൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഞ്ചസാരയെ അപേക്ഷിച്ചിട്ട് ശർക്കരയ്ക്ക് ഒരല്പം ഭേദമാണെന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ബട്ട് ശർക്കര ഉപയോഗിച്ചാലും ബ്ലഡ് ഷുഗർ ലെവൽസ് പഞ്ചസാര ഉപയോഗിക്കുന്നത് പോലെ തന്നെ കൂടും. അതുപോലെ കാലറി കണ്ടന്റ് ആയാലും ഏകദേശം പഞ്ചസാര പോലെ തന്നെയാണ്. പിന്നെ ശർക്കര ആയാലും പഞ്ചസാര പോലെ തന്നെ കൂടുതലായിട്ട് കഴിക്കുന്നത് ഡയബറ്റിക് ഇഷ്യൂസ് വരാനും വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഡെന്റൽ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാവും. അപ്പൊ നമുക്കിനി ഒരു കൺക്ലൂഷൻ പോർഷനിലേക്ക് വരാം. അതായത് ശർക്കര പഞ്ചസാരയ്ക്ക് പകരം ചായ, കാപ്പി, സ്വീറ്റ്സിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷെ പ്രമേഹ രോഗികളിൽ പഞ്ചസാര മാറ്റിയിട്ട് ശർക്കര ആക്കുന്നതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സോ എപ്പോഴും ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ മിതമായിട്ടുള്ള രീതിയിൽ ഈ രണ്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത 100 ഡേയ്സിൽ ഇതുപോലെയുള്ള നല്ല ജനറൽ അവയർനെസ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ലെറ്റ്സ് സ്പ്രെഡ് അവയർനെസ്.